അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുന്നി പണ്ഡിതന്മാരെ വഹാബികളെന്ന് ചാപ്പകുത്തി അവരെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തി ഇല്ലായ്മ ചെയ്യാനായിരുന്നു കുരുവട്ടൂരികളുടെ കുരുട്ടുബുദ്ധിയിൽ തോന്നിയ തോന്നിവാസം. ആ കുരുട്ടുബുദ്ധിയെ സുന്നി മക്കൾ വേരോടെ പിഴുതെറിഞ്ഞു. പിന്നീട് നാം കണ്ടത് കുരുവട്ടൂരികൾ തന്നെ വഹാബികൾക്ക് ഓശാന പാടുന്നതാണ്. വഹാബികൾ വെറുതെ പറയില്ല എന്നും വഹാബികൾ കാര്യം മനസ്സിലാക്കിയവരാണെന്നും പറയുന്നതാണ് നാം കേട്ടത്. വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല, അവരങ്ങനെ വെറുതെ പറയില്ല, അവർക്ക് കാര്യം മനസ്സിലായി. സുന്നി സ്ഥാപനങ്ങളിൽ വിദ്യ നുകരാൻ വേണ്ടി പിഞ്ചുമക്കളെ ചേർക്കുന്നതിന് പകരം KNMന്റെ മദ്രസയിൽ ചേർക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നതും കുരുവട്ടൂരി നൗഷാദിൽ നിന്ന് നാം കേട്ടതാണ്. ഞാൻ പറയുന്നു, ഇവരെ സ്ഥാപനത്തിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. KNMന്റെ മദ്രസയിൽ ചേർക്കുന്നതിനേക്കാൾ അപകടമാണ് കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദയിൽ ചേർക്കൽ. മാത്രവുമല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ചത് ഒന്നുകൂടി ഞാൻ പറയട്ടോ, തബ്ലീഗ് ജമാഅത്ത് മുജാഹിദിലൊക്കെ പോകുന്നതിനേക്കാൾ ഭീകരാണ് ബല സ്ഥാപനത്തിൽ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? നൗഷാദ് ഇപ്പോൾ പറയുന്ന ആശയങ്ങൾ മുജാഹിദിന്റെ തൗഹീദാണ് എന്ന് ഹനീഫ കായക്കൊടി പറഞ്ഞു. നിങ്ങൾ നൗഷാദ് ഹസനിയോട് ചോദിക്കുക. നൗഷാദ് ഹസനി ഇപ്പൊ വേദിയായ വേദികളിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതാദ്യം പൊന്മളയെ നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാണ് നൗഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം വെച്ചുകൊണ്ട് യഥാർത്ഥ വഹാബികൾ കുരുവട്ടൂരികളാണെന്ന് നാം തുറന്നു കാണിച്ചു. മാത്രവുമല്ല, പേരോട് ഉസ്താദിന്റെ ക്ലിപ്പുകൾ കട്ടുമുറിച്ചുകൊണ്ട് പേരോട് ഉസ്താദ് ഇസ്തിഗാസക്കെതിരാണെന്നും പേരോട് ഉസ്താദ് നിഴൽവാദിയാണെന്നും ഇവർ കുപ്രചരണം നടത്തി. ഉസ്താദിന് കഴിയണമായിരുന്നു മുജാഹിദുകളോട് ചോദിച്ച ആ ചോദ്യം കുറ്റ്യാടിയിലേക്ക് തിരിഞ്ഞു ചോദിക്കാൻ. അല്ല, എന്താണോ നിനക്ക് അള്ളാന്റെ റസൂലിന് നിഴലുണ്ട് എന്ന് പറയുമ്പോ പ്രയാസം, പക്ഷേ കഴിഞ്ഞില്ല, പരാജയം സമ്മതിക്കേണ്ടി വന്നു. ഇന്നും ആ വാദം അവിടെ നിലനിൽക്കുകയാണ്. പച്ചയായ നുണ എപ്പോഴാ ഇറക്കല്? എല്ലാ നിലക്കും പരാജയപ്പെടും. അവൻ നുണകൾ മാത്രം, അതുകൊണ്ടൊക്കെ ഇവിടെ എന്തോ അല്ലെങ്കിൽ ഇല്ലാതാവും. ഈ സമയത്ത് ഉറപ്പിച്ച് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ലെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ധാരാളം രേഖപ്പെടുത്തിയ, അതനുസരിച്ച് നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിനപ്പുറം ഒരു വാദം ഈ പാവപ്പെട്ട എനിക്കില്ല. ഉണ്ടെന്ന് എന്നെ കുറിച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ കോടതിയിൽ നമുക്ക് ബാക്കി പറയാം. ഒരു കാര്യം അറിയാം, കള്ളത്തരീക്കത്തുകാരും പുത്തൻവാദികളും ഐക്യമുന്നണിയാണ്. അവര് ഒരു കള്ളത്തരീക്കത്തുകാരൻ പറയും പേരോട് സുന്നത്ത് ജമാഅത്ത് വിട്ടു, ഞങ്ങൾ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു എന്ന് പറയും. അതിങ്ങനെ അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കും, എന്നിട്ട് അത് പുത്തൻവാദി ക്ലിപ്പാക്കും. എന്നിട്ട് പറയും, കണ്ടോ നിങ്ങളെ കൂട്ടിൽ തന്നെ വിട്ടവര് പറയുന്നുണ്ട് എന്ന് പറയും. ഇത് കൂട്ട് കമ്പനിയാണ് കേട്ടോ, രണ്ടും സുന്നത്ത് ജമാഅത്തിന് പുറത്താണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ മുന്നണി പ്രവർത്തനങ്ങളിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. എന്നാൽ കുരുവട്ടൂരികളാണ് യഥാർത്ഥ ഇസ്തിഗാസ വിരോധികളെന്നും അവർ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നവരാണെന്നും തുടങ്ങി വഹാബി ആശയങ്ങൾ പേറുന്ന കുരുവട്ടൂരികളെ നാം ജനമധ്യത്തിൽ തുറന്നു കാട്ടിക്കൊടുത്തു. ആവശ്യമുള്ളവർക്ക് ST മീഡിയ പരിശോധിച്ചാൽ വീഡിയോസുകളൊക്കെ ലഭിക്കുന്നതാണ്. തിരുകേശം അത്തറിൽ മുക്കിയപ്പോൾ തിരുകേശത്തിന്റെ നിഴൽ കണ്ടു എന്നും നിഴൽ കണ്ടു എന്ന കാരണം കൊണ്ട് തിരുകേശം വ്യാജമാണെന്ന് പറയാൻ കഴിയില്ലെന്നുമുള്ള നൗഷാദിന്റെ ഗീർവാണവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് കാണിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു ഷാരു മുബാറക് എടുത്തു, എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത്. അൽഹംദുലില്ലാഹ് അവിടെ പോയപ്പോൾ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു. ഷാരു മുബാറക്കിൽ അത്രങ്ങൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ അത്തറിന്റെ അതിന്റെ മേലിൽ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ ഇങ്ങനെ നേല് കാണുന്നു. അദ്ദേഹം ചോദിച്ചു, നേലില്ലേ? ഉണ്ട്. അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നവരുണ്ട്. സമയത്ത് ഒരു മോചിതത്താണ്.
അതിനിപ്പോ ഉണ്ടായി എന്ന് തോന്നിയാൽ തന്നെ അത് ഷായർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല. പഠിച്ചു വെച്ചോ, മുഅ്ജിസത്ത് ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാകണമെന്നില്ല മോനെ. അത് മുഅ്ജിസത്തിനെ കുറിച്ച് കുട്ടി പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ്. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. യഥാർത്ഥ നിഴൽവാദി ആരാണെന്നും യഥാർത്ഥ വഹാബി ആശയം പേറുന്നവരെന്ന് നാം തെളിയിച്ചു കൊടുത്തു. ജനങ്ങൾക്കെല്ലാം അത് ബോധ്യപ്പെട്ടു. മുമ്പ് ഒരു പക്ഷത്തെയും അനുകൂലിക്കാതെയും എതിർക്കാതെയും ഇരുന്ന ആളുകൾ, കുരുവട്ടൂരികൾ പറയുന്നതിൽ എന്തോ ശരിയുണ്ടോ എന്ന് തോന്നിയ ആളുകൾ, കുരുവട്ടൂരിസത്തിൽ അറിയാതെ പെട്ടുപോയവർ സുന്നി ആശയമാണ് ശരി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തപ്പോൾ കുരുവട്ടൂരികൾ കരിശം മൂത്തു. മുമ്പ് AP സമസ്തയിലെ സാധാരണക്കാരുടെയും പിന്തുണ ലഭിക്കാൻ വേണ്ടി താജുൽ ഉലമാ ഉള്ളാൾ തങ്ങളെ പൊക്കിപ്പറഞ്ഞു നടന്നു. വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമാ EK ഉസ്താദിനെയും പൊക്കിപ്പറഞ്ഞു. അതുകൊണ്ടും ക്ലച്ച് പിടിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും അടക്കമുള്ള സുന്നി പണ്ഡിതന്മാരെ വഹാബികളാക്കിയത്. കാന്തപുരം ഉസ്താദിനെ തന്തയെന്നും നീയെന്നും വിളിച്ചുകൊണ്ട് ആക്രോശിച്ചത്. അപ്പോൾ സുന്നി കൈരളിക്ക് തല്ലെന്നുമല്ല വേദനിച്ചത്, എന്നാൽ അതിനേക്കാളേറെ വേദനിക്കുന്ന വാക്കുകളാണ് കുരുവട്ടൂരി വിഭാഗത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കുരുവട്ടൂരി വ്യാജ ശൈഖ് ആളുകളെ പറ്റിച്ചിരുന്നത് CM വലിയുല്ലാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നുവെങ്കിൽ CM വലിയുല്ലാഹിയെ സുന്നി പണ്ഡിതർ ആക്ഷേപിക്കുന്നു, അനാദരിക്കുന്നു. അതുകൊണ്ട് തന്നെ CM വലിയുല്ലാഹിയെ ഹയാത്താക്കാൻ ഞങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള ഏക കക്ഷികളെന്ന് വരുത്തി തീർത്തുകൊണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ സ്നേഹം പറ്റാൻ വേണ്ടിയായിരുന്നു ഈ കള്ളന്മാർ ശ്രമിച്ചതെങ്കിൽ CM വലിയുല്ലാഹിയെ പൊക്കിപ്പിടിച്ചത് കൊണ്ടും കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ട, അതുകൊണ്ടൊന്നും ഞങ്ങളുടെ കള്ളത്വരീക്കത്തിന് വെളുപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട, ക്ലോസറ്റിലെ വെള്ളം പോലെ അതപ്പതിച്ചു പോയി എന്ന് ബോധ്യപ്പെട്ട കുരുവട്ടൂരി കള്ളത്വരീക്കത്തുകാരൻ CM വലിയുല്ലാഹിയെ മുശ്രിക്കാക്കിയിരിക്കുകയാണ്. ഇതൊരിക്കലും സുന്നി കൈരളി പൊറത്തു തരികയില്ല. കുരുവട്ടൂരി കള്ളശൈഖും മുരീദന്മാരും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേദനയോടുകൂടിയാണെങ്കിലും കുരുവട്ടൂരി കള്ളശൈഖ് കാട്ടുകള്ളനായ കോമാട്ട് ജാലിൽ അബ്ദുള്ള CM വലിയുല്ലാഹിയെ മുശ്രിക്കാക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ആ ഭാഗം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ, ഒരു പ്രയോഗം വന്നാൽ, ഒരു സംസാരം വന്നാൽ അതിനെ നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. വജ്ജിഹ് കലാമൽ ഖൗം, അല്ലാഹുവിന്റെ അൽ ഖൗമാകുന്ന മഹാന്മാരെ സംഘം, അവരിൽ നിന്നൊരു വാക്ക് വന്നാൽ ആ വാക്കിന് തൗജീഹ് കണ്ടെത്തി നല്ല ഒരു വ്യാഖ്യാനം നല്ല രൂപത്തിൽ അതിനെ പറഞ്ഞു കൊടുക്കണം. ലോകർക്ക് അങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു തരുമ്പം അവരെ നിന്ദിക്കുകയും അവരെ വാക്കുകളെ കുറവാക്കുകയും അവരാ പറഞ്ഞ വാക്ക് ശിർക്കിന് വരെ കാരണാകുന്ന വാക്കാണെന്ന് ശൈഖുനാ മടവൂര്. കേട്ടല്ലോ സഹോദരങ്ങളെ, കാട്ടുകള്ളനായ കോമാട്ട് ജാലിൽ അബ്ദുള്ള CM വലിയുല്ലാഹിയെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. CM വലിയുല്ലാഹി ഔലിയാക്കളെ സൂക്ഷിക്കാത്തയാളാണെന്നും ആദരിക്കാത്തയാളാണെന്നും ഔലിയാക്കളുടെ വാക്കുകൾ നല്ല നിലക്ക് വ്യാഖ്യാനിക്കാത്തയാളാണെന്നും ഔലിയാക്കളുടെ വാക്കുകളെ മോശമായി വ്യാഖ്യാനിച്ചയാളാണെന്നും ഔലിയാക്കളെ നിന്ദിച്ചയാളാണെന്നും ഔലിയാക്കളുടെ വാക്കുകൾ ശിർക്കിലേക്ക് പോകുന്ന വാക്കാണെന്നും CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാട്ടുകള്ളനായ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന കുരുവട്ടൂരി കള്ളശൈഖ് പറഞ്ഞിരിക്കുന്നത്. അതുമൂലം CM വലിയുല്ലാഹി മുശ്രിക്കായിരിക്കുന്നു എന്നാണ് ഈ കാട്ടുകള്ളൻ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ശൈഖുനാ മടവൂര് പറഞ്ഞ വാക്ക് അത് ശിർക്കിലേക്ക് ചെന്നെത്താൻ കാരണമാകുന്ന വാക്കാണ്. ആ വാക്ക് പറയാൻ പാടില്ല.
കേട്ടല്ലോ സഹോദരങ്ങളെ, CM വലിയുല്ലാഹിയുടെ പേരിൽ ഒരുപാട് ദുരാരോപണങ്ങൾ വെച്ചുകെട്ടുകയും കള്ളത്തരം അയച്ചുവിടുകയും ചെയ്തിട്ട് CM വലിയുല്ലാഹി പറയാത്ത വാക്കുകൾ CM വലിയുല്ലാഹി പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് CM വലിയുല്ലാഹിയുടെ ആ വാക്കുകളൊക്കെ ശിർക്കിലേക്ക് പോകുന്ന വാക്കുകളാണ്. അത്തരം വർത്തമാനങ്ങൾ CM വലിയുല്ലാഹി പറയാൻ പാടില്ല. അഥവാ ആ വാക്കുകൾ പറഞ്ഞ കാരണത്താൽ CM വലിയുല്ലാഹി മുശ്രിക്കായിരിക്കുന്നു എന്നാണ് കാട്ടുകള്ളനായ ഓമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ഗീർവാണം. നമുക്കറിയാം CM വലിയുല്ലാഹിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രോശിച്ചിട്ടുള്ളത് ഇവിടത്തെ വഹാബികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവർ പോലും മുശ്രിക്കാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. മാനസിക രോഗിയാണെന്നും നിസ്കരിക്കാത്തയാളാണെന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ വഹാബികളെപ്പോലും ജമാഅത്തെ ഇസ്ലാമിയെപ്പോലും കവച്ചു വെക്കുന്ന വാക്കാണ് ഓമാട്ടുചാലിൽ അബ്ദുള്ള ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവനേക്കാളും വലിയ കാട്ടുകള്ളൻ മറ്റാരാണുള്ളത്? CM വലിയുല്ലാഹി മുശ്രിക്കാണെന്ന് ഒരു മുസ്ലിം നാമധാരിക്ക് പോലും പറയാൻ ഭയമാണ്. അവർ പോലും ഭയപ്പെട്ട തോന്നിവാസം പറഞ്ഞ ഓമാട്ടുചാലിൽ അബ്ദുള്ളയെ മുസ്ലിമീങ്ങൾ തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.